എങ്ങനാവോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ എടുക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതാണെങ്കിൽ പണ്ട് വീണതല്ലേ, വീണ് ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും അതുപോലെ ഓരോ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഓർത്തു ഒരു വീഡിയോ ഇടാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നാണെങ്കിൽ കിച്ചണിൽ ഓൾറെഡി പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം ഇതുണ്ടോ, കിച്ചണിൽ പാചകമൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. സാമ്പാർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിൻ്റെ ഇതുണ്ടോ, സാമ്പാർ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ, ഇങ്ങനെ കുക്കറിൽ നമ്മൾ ആദ്യം വേവിച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് പതിവ്. പിന്നെ മോരുകറി റെഡിയായി. ഇതെല്ലാം കൂടെ എന്തിനാ ഇത്രയും കറികൾ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പിന്നെ ഇനി ഇത് 2-3 ദിവസത്തേനങ്ങ് ഇങ്ങനെ അങ്ങ് ഓടും. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ വയ്യാതുകൊണ്ടിരിക്കുമ്പോഴേ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴയ്ക്ക മീൻകറി കേട്ടോ. നല്ല മീൻകറിയുടെ അതേ ടേസ്റ്റിലിരിക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വിസിലടിക്കുക, ഇതുണ്ടോ അതിൻ്റെ ഇതിൻ്റെ ആവി, ഇതിൻ്റെ വെള്ളമൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ടിഷ്യൂ വെച്ചേക്കുന്നതാണ്. പരിപ്പ് കറിയാണത്. അയ്യോ നിർത്തിയൊക്കെ ഇപ്പോൾ കുറച്ചായില്ലേ. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് കണവയും അതുപോലെ തന്നെ പനീരിരിപ്പുണ്ടായിരുന്നു, മീൻ്റെ പനീർ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു റോസ്റ്റ് പോലെ ആക്കുവാണ്. അപ്പം അങ്ങനെ. പിന്നെ ഇതാണെങ്കിൽ വെള്ളം വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പനിക്കുറുക്ക് ഇട്ട് വെള്ളം വെച്ച് വെച്ചേക്കുന്ന ഇത് കടുക് വറുക്കാനുള്ള, പരിപ്പിന് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ്. അങ്ങനെ നമ്മുടെ, കാരണം ഇത് പാചകം കൊണ്ടാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ ആവുന്നില്ല, കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ എല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. വീഡിയോ എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി തോന്നുന്നു ഇപ്പോൾ വീഡിയോസ് ഞാൻ ഇട്ടിട്ട്. 28-ാം തീയതി എങ്ങാണ്ട് ലാസ്റ്റ് വീഡിയോ ഇട്ടതാണ്. പിന്നെ ആണെങ്കിൽ കുറച്ചാണെങ്കിൽ ഇങ്ങനെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, അല്ലാതെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇതുകൂടാണെങ്കിൽ ഒന്ന് അതിൻ്റെ കുറച്ച് വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കണവ ഇന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്ത് കിട്ടട്ടെ. പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി പണി ഇതുകൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് കടുകൂട് വറുത്ത് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് മാറാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എഞ്ചുവിനും പനിയായിരുന്നു. എഞ്ചു കണ്ടിരിക്കുന്നത് കണ്ടോ, ഇഞ്ചി ഇവിടെ ഇരിക്കുകയാണ്. എഞ്ചുവിന് ചുമക്കുള്ള മരുന്നാണെങ്കിൽ അവൾ കഴിച്ചിട്ട് എടുത്ത് വെച്ചേരും മോനെ. ടേബിൾ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല വെയിലാണ് ഇപ്പോൾ, ഭയങ്കര വെയിലാണ്. പുറത്തോട്ടാണെങ്കിൽ ഈ ഒരു ഡോറ് തുറന്നു പോലും ഇടാൻ പറ്റത്തില്ല, അതുപോലെ ഭയങ്കര ചൂടാണ് ഇപ്പം. ഈ വെയിലിങ്ങോട്ട് ഇങ്ങോട്ട് വരും, ഭയങ്കര ഇതാണ്. അപ്പോൾ പുറത്തൊന്നും ഈ സമയത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അടച്ചു കേട്ടോ. അങ്ങനെ വേണ്ട, ഇഞ്ചി കൂടി ഇരിപ്പുണ്ട്. പിന്നെ കുപ്പിയുടെ അടപ്പാതം അടച്ചു വെക്ക്. അങ്ങനെ ഇരിക്കുന്നു. എന്താ എടുക്കുക, എന്താ എടുക്കുക? ഏബലിൻ്റെ ബുക്കൊക്കെ ഇരിക്കുന്ന സൈഡ് ഈ സൈഡാണ്. എഞ്ചുവിൻ്റെ ബുക്കൊക്കെ ഇരിക്കുന്ന ഈ ഒരു സൈഡ്. അപ്പോൾ ഏബൽ നാളത്തേനുള്ള ബുക്സൊക്കെ അടുക്കി വെക്കുക. ടൈം ടേബിൾ എൻ്റെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിനനുസരിച്ച് അവർ അടുക്കി വെച്ചോളൂ. ഇതാണെങ്കിൽ പരിഞ്ഞീരിപ്പുണ്ടായിരുന്നു, മീനിൻ്റെ മുട്ടയുണ്ട്. അതും പിന്നെ ആണെങ്കിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കണവ അന്ന് കണവ അപ്പൊ അതാണെങ്കിൽ അതുകൂടെ ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് റോസ്റ്റ് പോലെ ആക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് വെന്തു. ചാറ് വേണോ? ചാറ് വേണമെങ്കിൽ ഇങ്ങനെ നിർത്താം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ.
അടി വെച്ച് ടേസ്റ്റ് എന്തെങ്കിലും എനിക്ക് ഇത് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ കൊള്ളാവോ? യമ്മി. നിനക്ക് ഇതിനകത്ത് കൂടെ നീ എന്താ ഇത് കാണിക്കുന്നത്? നീ ഇത് കാണിക്കുന്ന ഇതല്ലല്ലോ. ഏവരാണ് വീഡിയോഗ്രാഫർ. അപ്പം അങ്ങനെ നീ ഇതിങ്ങനെ ഇത്രയും നീളം കുറയ്ക്കും മോനെ. അങ്ങനല്ല എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഏവലിനാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇതെനിക്കറിയാം. എന്താ പറയാ, അതാണെങ്കിൽ പരിപ്പാണെങ്കിൽ പരിപ്പ്. ഇപ്പൊ എനിക്ക് പരിപ്പ് ഇഷ്ടം. പരിപ്പ് ഗൈസ് എന്താ പുകയൊക്കെ പോകുന്നുണ്ടോ? ഫോണിലെല്ലാം കാണാം. പരിപ്പാണെങ്കിൽ അതിങ്ങനെ വിസിലടിക്കുമ്പോൾ ഇതിനിങ്ങനെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി മമ്മി ഇങ്ങനെ വെച്ചു. ഇത് ഇതായി. ഇതാ പരിപ്പ്. പരിപ്പ് ഇങ്ങനെ 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 കാണിക്കണം. അങ്ങനെയല്ല കാണിക്കണ്ടേ, ഇങ്ങനെ കാണിക്കണം. ഇതെന്താ ഇപ്പഴും ഇതായിക്കൊണ്ടിരിക്കണേ, കളിച്ചോണ്ടിരിക്കണേ. അമ്മി അമ്മി ഇങ്ങനത്തെ അടുപ്പിൽ എങ്ങനെ ഹോൾ ഉണ്ടെന്നറിയോ? ഈ പുകയൊക്കെ പോവാൻ അല്ലേ? എൻ്റെ ടിഫിൻ ബോക്സ് ഒരു ഹോളില്ലേ, അതിനകത്ത് കുറേ എയറാണെങ്കിൽ പിടിച്ചിരുന്നെ സ്കൂളിൽ പോയപ്പോൾ. പിന്നെ ഞാൻ മാമിനോട് പറഞ്ഞ് ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ലെന്ന്. അന്നേരം മാം പറഞ്ഞ് മാം അനിയാ മറ്റേ ബ്ലൂ സാധനമല്ലേ ആ പൊക്കാൻ പറ്റണല്ലേ, ആ പൊക്കി. പിന്നെ ആ ഓപ്പൺ ചെയ്യുന്നേ അത് എയറൊക്കെ അങ്ങനെ പോയി. പിന്നെ തുറന്നു നോക്കിയപ്പോൾ തുറന്നു. അപ്പം അതെ, എനിക്ക് ഇഷ്ടമല്ല മാം. അത് പേരറിയില്ല. ക്ലാസ്സിലെ മാമിന്റെ ഇതിന്റെ ക്ലാസ് ടീച്ചറാ. എനിക്കറിയാം, ഇപ്പൊ മറന്നു പോയി. ഈ വീഡിയോ എങ്ങനാവോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ എടുക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാനെ ലൈക്ക് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാ എടുക്കണം ഇങ്ങനെ. ഞാൻ ഇച്ചിരി മാറി നിൽക്കട്ടെ അമ്മി, അല്ലെങ്കിൽ എന്നെ മണ്ടേ തെറിക്കും അത് എന്നെ. മമ്മിയെ കാണാം. ഈ സൈഡിലോ എന്നെ എന്താ തേച്ച് തേക്കത്തില്ലേ? ആ കുഴപ്പമില്ല, തരിക്കട്ടെ. ഉള്ളിട്ടു. ഉള്ളി ഫസ്റ്റ് എന്താ ഇട്ടെ? എണ്ണ ഒഴിച്ചു, പിന്നെ കറിവേപ്പിച്ചു, ഇത് ഉള്ളിട്ടു. പിന്നെ ഇപ്പൊ ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുക്കും. പിന്നെന്താ എന്ത് ചെയ്യും? കറിവേപ്പില. ഞങ്ങളെ മണി പ്ലാന്റ് കാണിക്കട്ടെ. ഇന്നത്തൊരു മണ്ണുമില്ല, ആകെ. നീ കറക്റ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കാണിക്കണം, ഇല്ലെങ്കിൽ പാചകം കാണിക്കണം ഏതെങ്കിലും. ഞാനിത് കാണിക്കാം ഫസ്റ്റ്. ഞങ്ങളാണ് ഈ കല്ലൊക്കെ വെച്ചതാ. ഈ കല്ലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ചെയ്താ. ഇത് എഞ്ചിൽ വെച്ച് വരച്ച പടം. ഞാൻ ഇവിടെ ഒന്നുമില്ല. പാചകം എന്താ ചെയ്യായി? നീ കാണിച്ചു കൊടുത്തോ ഇവിടെ എന്തൊക്കെയാ ഇപ്പൊ നമുക്ക് റെഡി ആയിട്ടുണ്ടെന്ന്? കാണിച്ചു കൊടുത്തേ. ഇതെന്തുവാ? കടല. കടലയോ? എന്തുവാ കാണിച്ചു നോക്കട്ടെ, ഇങ്ങോട്ട് മാറട്ടെ. ഇതെന്താണ്? സാമ്പാർ. ഇതെന്താ? ചോറായിരിക്കും. ചോറ്. ഇതെന്താന്നറിയാവോ? മീനല്ല, വാഴക്ക മീൻ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്ക മീൻ കറി. ഇതെന്തുവാ? ഇത്
നമ്മുടെ കടുകാണെങ്കിൽ നമുക്ക് ഇനി കൂടെ കടുക് ഇങ്ങോട്ട് താളിച്ചു കൊടുത്താലോ? ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യണേ. അങ്ങനെ പരിപ്പ് കറിയാണ് കേട്ടോ. അത് നമ്മൾ പരിപ്പ് കറി അങ്ങോട്ട് റെഡിയാക്കി ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് അടച്ചു വെക്കാം അല്ലേ? പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ സൂപ്പ് പോലെ ആണെങ്കിലും കുടിക്കാൻ നല്ലത്. ചുമ്മാ ചോറിൻ്റെ കൂടെ ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ കുടിക്കാൻ നല്ല സൂപ്പ് പോലെ. ഇനി നമ്മുടെ കണവ റോസ്റ്റ് കൂടി നമുക്കിനി ഇത് ഒന്ന് മാറ്റി വെക്കാം. ഒന്നുകൂടെ ഇളക്കിയിട്ട് ഇപ്പോൾ ഇതായി വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് റെഡി. ഇത് അടച്ച് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കറികൾ ഇവിടെ റെഡി. ചോറും റെഡി. സ്റ്റീം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം സ്റ്റീം ഭയങ്കരമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കുറവുണ്ട് കേട്ടോ, ഒത്തിരി കുറവുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കവ ഇരിക്കുന്ന പോലെ അങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ സ്റ്റീം എടുക്കുകയാണെങ്കിൽ ഒത്തിരി ആശ്വാസം കിട്ടും. അപ്പം സ്റ്റീം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചൂടുമാണ് ഇവിടെ. ഏവലും മുജാനൊക്കെ കുളിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റീം എടുത്തിട്ട് വേണം എഞ്ചുവിനെയും കൊണ്ട് സ്റ്റീം എടുപ്പിക്കാൻ. സ്റ്റീം എടുത്തിപ്പോൾ തന്നെ കുറച്ച് നേരമായി. അത് കാരണം കൊണ്ട് നല്ലൊരു ആശ്വാസമാണ് സ്റ്റീം എടുക്കുമ്പോൾ തന്നെ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഓർക്കുന്നുണ്ടോ, പണ്ടൊക്കെ നമ്മൾ പുട്ടുകുടത്തിൽ വെള്ളമാണെങ്കിൽ ഇതുപോലെ ചൂടാക്കിയിട്ട് അതിൽ ചിലപ്പോൾ അത് നമ്മുടെ ദേഹത്തോട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. മമ്മിയൊക്കെ ആണെങ്കിൽ തൊണ്ടയ്ക്ക് കുറേ വിക്സ് കൊണ്ട് തേക്കും, ഇവിടെ തൊട്ട് കുറേ വിക്സ് കോരി തേക്കും. അത് മൂക്കിൻ്റെ അവിടെ കുറേ വിക്സ് കോരി തേക്കും. ഈ പനി അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഉള്ള തൊലിയും പോയി, മൂക്കൊരു പരുവോ. ഞാൻ പറയുന്നത് ഏവല് കേൾക്കില്ല, ചിരി വരുമോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ ആണെങ്കിൽ അന്നൊക്കെ ഇങ്ങനെ പുട്ടുകുടത്തിലൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ ആക്കിയിട്ടാണെങ്കിൽ പുതപ്പിട്ട് മൂടി അല്ലെ കമ്പിളിപ്പുതപ്പൊക്കെ ഇട്ട് മൂടി ഇങ്ങനെ ഇരുത്തുമായിരുന്നു. പക്ഷേ ഇന്നത്തെ പിള്ളേരൊന്നും അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല. പിന്നെ ലാസ്റ്റ് പിന്നെ അത് തട്ടിമറിച്ചിട്ട് ദേഹത്ത് പൊള്ളിയതിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഇങ്ങനെ സ്റ്റീം ഇങ്ങനെ ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഒന്നും ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് മേടിച്ച സാധനമാണ്. പക്ഷെ അതെങ്കിൽ മലയാളം എഴുതി വെച്ചേക്കുന്നത് ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോഴല്ലേ, ഇത്തിരി നാളായി മേടിച്ചിട്ട്. ശരിക്കും നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു ഉള്ളത് നല്ലതാണ്. എന്താ പറയുക, പിള്ളേരൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ച്. ഇതെന്നാടാ ഓറഞ്ചോ? ഏവലാണെങ്കിൽ ഓറഞ്ചൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഏവല് കുളിയൊക്കെ കഴിഞ്ഞല്ലേ? അതേപോലെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഓറഞ്ചിന് തണുപ്പുണ്ട്, ഇപ്പോഴേ കഴിക്കരുത് കേട്ടോ. ഏവലിന് പനിയായിരുന്നു, ഇപ്പോൾ ഇച്ചിരി കുറവായിരുന്നു. ഏവലിന് പനി വന്നാൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മരുന്ന് കഴിക്കത്തില്ല. മരുന്ന് കഴിക്കാൻ എന്തോ ബുദ്ധിമുട്ടാണോ അതിൻ്റെ പോലെ കണക്ക്. നമ്മളിപ്പോൾ എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ട്? 28 ഇട്ടതാണ്. 28, 29, 30, 1, 2, 3, 4, 6 ദിവസമായി വീഡിയോ ഇട്ടിട്ട് അല്ലേ? എല്ലാവരും നമ്മളെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെയൊന്നും ഇല്ല, ആരും മിസ് ചെയ്യാനല്ലേ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആണോ? അങ്ങനെയല്ല, കാണുന്നവരൊക്കെ കാണാത്തവർ. പക്ഷെ അവർക്ക് ഡേറ്റ് കണ്ടറിയാലോ. ഇപ്പം ഇതിൻ്റെ സ്റ്റീം എടുത്തപ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ. ഭയങ്കര ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചിയോടും വരാൻ പറ, നമുക്ക് സ്റ്റീം എടുക്കാമെന്ന്. ചേച്ചി വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സ്റ്റീമൊക്കെ എടുക്കട്ടെ കേട്ടോ. ചേച്ചി കുറവും കാണുവാണോ? പാര വെക്കുന്നുണ്ടോ? നീ വിളിക്കാൻ പറ, മമ്മി വിളിക്കുന്നു. പാര വെച്ചിട്ട് പോയുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ആകുമ്പോ നമുക്ക് വയ്യാലോ, അതുകൊണ്ടല്ലേ. വയ്യാലോ, പിന്നെ എന്തിനാ ക്ലോമ്പൊക്കെ കാണുന്നേ കേട്ടോ. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ചേറ് വിടും, കാലവിടും. കുളിച്ചു കഴിഞ്ഞോ? മുടി വെട്ടി വെച്ചേക്കുന്നത് കണ്ടോ? ഇഷ്ടമല്ല ഇങ്ങനെ മുടി വെട്ടുന്നത്. പൊട്ടിയതാ.
ഇതാണെങ്കിൽ പണ്ട് വീണതല്ലേ, വീണ് അത്ര സ്റ്റൈലൊന്നും വേണ്ട എന്താ പറഞ്ഞേ, അപ്പൊ സ്റ്റൈലൊന്നും അങ്ങനെ കാണിക്കണ്ട കേട്ടോ. പക്ഷെ ഇങ്ങനെ പറ്റ മുടി വെട്ടുന്ന കൊള്ളില്ല ചേട്ടാ. അവിടുത്തെ സ്റ്റാർ പപ്പയെ സ്റ്റാറാ. പക്ഷേ ഈ പപ്പയുടെ കഴിക്കണം. സമയം ഞാൻ സ്റ്റീം എടുത്ത് പെയിൻറ്റിനോട് സ്റ്റീം എടുത്ത് ഞാൻ അമ്മയും ചേച്ചിയും സ്റ്റീം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണേ. അപ്പനും മോനും കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ശരി എന്നാ, അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഒത്തിരി ദിവസമായി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.